അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഒരു നാടൻ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. താളും പൂളയും ഉണ്ടാക്കാമെന്ന് പറയും. ഞങ്ങളെ മലപ്പുറം സൈഡിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പണ്ട് മുതൽക്കേ ഉള്ളൊരു ഐറ്റമാണ്. അടിപൊളിയാണ്. തേങ്ങ ഒക്കെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. നല്ല സൂപ്പറാണ്. ഇത് ഇപ്പോൾ ഈ ചേമ്പും അതുപോലെ നമ്മൾ കപ്പയൊക്കെ എടുക്കുന്ന ടൈമാണ്, പൂളയൊക്കെ എടുക്കുന്ന ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ചേമ്പും അതുപോലെ പൂള, ചേമ്പിൻ്റെ താള്, ചേമ്പിൻ്റെ ഇല തണ്ട് ഭാഗത്തിനാണ് താള് എന്ന് പറയുന്നത്. അതായിട്ടൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ നമ്മൾ പറിക്കുകയാണ് പറമ്പിൽ നിന്ന്. പപ്പയും ഉമ്മച്ചിയും കൂടി പറിക്കുന്നുണ്ട്. ചേമ്പും ചേമ്പിൻ്റെ അതേപോലെ താളും എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും കുഴിച്ചിടുന്നുണ്ട്. ഇപ്പോൾ ഈ ഇതിൻ്റെ പറിക്കുന്ന സീസണും പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു ടൈമാണ്. പൂള ഇപ്പോൾ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ചേമ്പും നമ്മൾ കുറേശ്ശേ പറമ്പിലുണ്ടാക്കിയിട്ടുള്ളൂ. ചേമ്പായാലും പൂളക്കായാലും രണ്ടും ഇപ്പോൾ നമ്മൾ പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തണ്ടിനെയാണ് താള് എന്ന് പറയുന്നത്. ചേമ്പിൻ്റെ ഇല മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കൂട്ടാൻ വെക്കാൻ എടുക്കുന്നത്. നമുക്കിനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകാം. എല്ലാവരും കൂടി പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഇനി ഇതേ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് ചേമ്പൻ താളായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് താള്. ഇതാണ് താള്. ഇനി ഇത് ചെറുതാക്കി ഇങ്ങനെ മുറിക്കും. കറ തട്ടിയാലാണ് ചേമ്പും താള് മുറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കറ വരും. കുറച്ച് ചെറുതായിട്ടൊരു കറ വരും. ആ കറ തട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൊറിയും. അപ്പോൾ കറ തട്ടാതെ മുറിച്ച പാടനെ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറയൊന്നും തട്ടൂല. അങ്ങനെ നമ്മൾ കൈ എടുത്ത് മുറിക്കുമ്പോൾ നമ്മൾ കൈമേൽ കറ ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചൊറിച്ചിട്ടൊന്നും വരില്ല. ചേമ്പ് തട്ടിയ ചൊറിയുമെന്ന് എല്ലാവരും അങ്ങനെ പറഞ്ഞേക്കാം. അങ്ങനെ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിൽ നിന്ന് മുറിച്ച് കൊടുന്ന പാടനെ നമുക്ക് എടുക്കേണ്ട കുറച്ച് ടൈം മാറ്റി ആ കറൊക്കെ പോയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ആ ഒരു കറയ്ക്കാണ് ചൊറിച്ചിൽ വരുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഈ പച്ചത്തൊലി നന്നായിട്ട് ചെത്തിക്കളയണം. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു നേരി പച്ച പോലും ഇല്ലാതെ തന്നെ നന്നായിട്ടുള്ളത് വൈറ്റ് പോർഷൻ മാത്രം ആക്കിയിട്ട് ഇതുപോലെ തൊലി നന്നായിട്ട് ചെത്തിയെടുക്കണം. എരിച്ചൂരിയിട്ടല്ല, ചെത്തിയെടുക്കണം. ഇനി അത് ചെറുതാക്കി വട്ടത്തിൽ മുറിച്ചെടുക്കാം. ചേമ്പും അതുപോലെ പൂളക്കും എത്ര അളവ് എടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഏകദേശം കുറച്ച് എടുക്കുക. ചേമ്പ് കുറച്ച് തോനെ എടുത്തിട്ടുണ്ടെങ്കിലും അത് വേവിച്ച് വരുമ്പോൾ അത് കുറച്ചൊന്ന് ചെറുതായി അലിഞ്ഞു പോകും. അത് രണ്ടും ഒരേ ക്വാണ്ടിറ്റി ഒരേ അളവിൽ എടുക്കുക. അത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അധികം പൂളായിരിക്കും കൂടുതലായിട്ട് എല്ലാവരും എടുക്കൽ. മാക്സിമം അതിൻ്റെ പച്ചക്കളറൊക്കെ മാറ്റിയിട്ട് വൈറ്റ് പോർഷൻ മാത്രം ആക്കി എടുക്കണം നിങ്ങൾ. ചെറുതാക്കി മുറിക്കുന്നുണ്ട്. മുറിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകണം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാനുണ്ട്. ഇപ്പം നന്നായി കഴുകിയിട്ടുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒരു 3/4 സ്പൂണോളം മഞ്ഞളും 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്.
വൈകുന്നേരത്തിനായാലും ചോറിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കൂട്ടാനാണത്, ഹെൽത്തി ആയിട്ടുള്ള. ഇനി ഇതൊന്ന് 5 മിനിറ്റ് നേരം വേവുന്ന നേരം കൊണ്ട് നമുക്ക് പൂളയൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പൂളയൊക്കെ ഒന്ന് മുറിച്ച് തൊലി ചെത്തിയിട്ട് മുറിക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ടൊന്ന് കൊത്തിയെടുക്കാം. കുക്കറിലിട്ട് വേവിക്കാനുള്ളതായതുകൊണ്ട് പറ്റ ചെറുതാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കൊത്തിയെടുത്താൽ മതി. ഇപ്പോൾ പൂളൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി എടുക്കാം. എന്നിട്ട് ഇത് കഴുകി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് അരിപ്പയിൽ വാരി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി വേവിക്കാനുള്ളത് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. അരമുറി തേങ്ങയും വലിയ ജീരകം 1 സ്പൂണ്, ഒരു 10 അല്ലി ചെറിയുള്ളി, പിന്നെ നിങ്ങൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക്. കാന്താരി ഇപ്പോൾ ആയതുകൊണ്ട് 3 കാന്താരി ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചമ്മന്തി പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 3 കൂടിയാണ് വേണ്ടത്. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പെട്ടെന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചേമ്പും താളും ചോറിന് കൂട്ടാനായിട്ടും വൈകുന്നേരത്തെ കടിയൊക്കെ ആയിട്ടും. നമുക്കിത് എല്ലതും കൂടി കുക്കറിലിടണം. ഇപ്പോൾ പൂള ഞാൻ വാരി കുക്കറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമുക്ക് ഈ ചേമ്പ് ഇടാം. താളിട്ടിട്ട് അതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കാം. പൂളക്ക് കുറച്ച് വേവ് ഉണ്ടാവും ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് മൂടി വെക്കണം. ആ ചമ്മന്തി ഒന്നും ഇപ്പം ചേർക്കാനുള്ളതല്ല. എന്നിട്ട് മൂടി വെച്ച് ഒരു 3 വിസിലടിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 3 വിസിലടിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലതും. ഇനി നമുക്ക് ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 1.5 സ്പൂണോളം കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. നമുക്കൊന്നും ചെയ്യാനില്ല, പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് എല്ലതും കൂടി അടിക്കാവുന്നതേ ഉള്ളൂ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ 5 6 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പം മൂക്കണയിലേക്ക് ഈ ചമ്മന്തിയും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട ഈ ഒരു ഉണക്കമുളകൊക്കെ. ഇനി നമുക്കതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച പൂളയും താളും കൂടി ചേർത്തത് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിനി ഇതിൽ വേവിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ആ ചമ്മന്തി ഒന്നാകെ നമ്മളിപ്പോൾ പാനിൽ വേവിച്ചില്ലേ, കടുകിട്ടില്ലേ, അതെടുത്തിട്ട് ആ കുക്കറിലേക്ക് ഒഴിച്ചാലും കുഴപ്പമില്ല, ഇട്ടാലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ ഡിഷായിട്ടുള്ള താളും പൂളയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഈ തേങ്ങ ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു വിധം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. ഹെൽത്തി ആയതുകൊണ്ട് തന്നെ പണ്ട് മുതൽക്ക് തന്നെ എല്ലാവരും കഴിച്ചു വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ പൂളയുടെയും അതേപോലെ ചേമ്പിൻ്റെയൊക്കെ അതൊക്കെ വിളവ് എടുക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ ടൈമിലൊക്കെ അധികം വീടുകളിലും ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഡെയിലി ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഡെയിലി ആയിട്ടുണ്ട്. ഒക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വൈകുന്നേരത്തിനായാലും ഉച്ചക്കായാലും ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.